നടനും മോഡലും മുൻ ബിഗ് ബോസ് താരം കൂടിയായ ഷിയാസ് കരീമിനെ പറ്റി നിരവധി വാർത്തകളാണ് അടുത്തിടെ പുറത്തുവന്നത്. ഷിയാസ് തന്നെ പീഡിപ്പിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി മാറിയിരുന്നു. താരത്തെ അറസ്റ്റ് ചെയ്തുവെന്ന അടക്കം വാർത്തകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്നും തന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചവരെ പറ്റിയുമൊക്കെ മനസ്സ് തുറന്നിരിക്കുകയാണ് ഷിയാസ്. ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷിയാസ് കരീം. എന്നാൽ നിയമ തടസ്സങ്ങളൊക്കെ ഉള്ളതിനാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും തനിക്ക് മീഡിയയോട് പറയാൻ കഴിയില്ല എന്നാണ് ഷിയാസ് കരീം വ്യക്തമാക്കുന്നത്. റേപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അവരെ ബലമായി ഉപദ്രവിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യം എനിക്ക് നിലവിലില്ല. എൻ്റെ കരിയർ തുടങ്ങുന്നത് മോഡലിങ്ങിലൂടെയാണ്. അവിടെ ഒത്തിരി സുന്ദരിമാരുണ്ട്. പിന്നെ ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം സ്ത്രീകളുടെ ഇടയിൽ തന്നെയാണ്. മിക്സഡ് സ്കൂളിലാണ് ഞാൻ പഠിച്ചതും. അല്ലാതെ ആണുങ്ങൾ മാത്രമുള്ള ഇടത്തു നിന്ന് വന്ന് സ്ത്രീകളെ കാണുമ്പോൾ ക്രൂരനായി മാറുന്നവനല്ല ഞാൻ. എൻ്റെ വീട്ടിൽ ഉമ്മയും അനിയത്തിയുമുണ്ട്. അനിയത്തിക്ക് മകളുണ്ട്. ഇപ്പോൾ എനിക്കൊരു ഭാര്യയുമായി. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ കാണുമ്പോൾ അവരെ ബലമായി പിടിക്കുന്ന തരത്തിൽ ഞാനൊരു മാനസിക വിഭ്രാന്തിയുള്ള ആളല്ല. എന്നെപ്പറ്റി ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ പറയട്ടെ. ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലും വേറൊരു സ്ത്രീ വന്നിട്ട് ഷിയാസ് കരീം എന്നെ കയറി റേപ്പ് ചെയ്തുവെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരുപാട് പേർ അതിന് ശ്രമിച്ചിരുന്നു. ഏതെങ്കിലും ഒരു സ്ത്രീ എന്നെപ്പറ്റി മോശം പറയുമോ എന്നറിയാൻ ചില മീഡിയയും ശ്രമിച്ചിരുന്നുവെന്നും ഷിയാസ് കരീം പറയുകയാണ്. ഞാൻ ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടുണ്ടാകും. അത് എന്നെ വിളിച്ചത് കൊണ്ടായിരിക്കും. എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാനും അതുപോലെ തന്നെയായിരിക്കും പെരുമാറുക. അല്ലാതെ ഞാൻ ഗാന്ധിജിയുടെ മാർഗത്തിൽ പോകുന്ന ആളല്ല. എന്നെ എന്ത് പറയുന്നു അത് ഞാൻ തിരിച്ചും പറയും. ഇപ്പോഴെനിക്ക് 33 വയസ്സായി. ഈ ഒരു പ്രായം വരെയും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായിട്ടാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. എന്നാൽ എൻ്റെ പേരിൽ ഇങ്ങനെയൊരു ആരോപണം വന്നപ്പോൾ കുറച്ചു പേർക്ക് അതൊന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. അത് ചില പുരുഷന്മാർക്കാണെന്നും ഷിയാസ് പറയുകയാണ്. ചെറിയ അസൂയാണ് അവർക്ക്. പൊക്കവും വണ്ണവും വെളുപ്പും സൈസും ഒക്കെയുണ്ട്. അപ്പോൾ അവൻ ചെയ്യുമെന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത്. പെൺകുട്ടികളൊന്നും ഇങ്ങനെയുള്ള കമന്റുകൾ ഇടാറില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു വ്യക്തിയെ 5-6 വർഷമായി പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എൻ്റെ പേരിൽ 5-6 സെക്ഷനിലായിട്ടാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും പുഷ്പം പോലെ എനിക്ക് ജാമ്യം കിട്ടി. തെറ്റുകാരനാണെങ്കിൽ ഒരിക്കലും എനിക്ക് ജാമ്യം കിട്ടില്ല. പോലീസ് അന്വേഷിച്ചപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ ഞാൻ അകത്തു പോയേനെ. 1 മണിക്കൂറോ സെക്കൻഡോ പോലും ജയിലിൽ പോകേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടുമില്ല. സത്യങ്ങൾ തുറന്നു പറയാത്തതിന്റെ കാരണവും ഷിയാസ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിയമങ്ങൾ കൂടുതലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണുള്ളത്. സ്ത്രീയുമായി ബന്ധപ്പെട്ട് കേസ് വന്നാൽ പുരുഷൻ കൂടെ നിൽക്കില്ല. ഇതൊക്കെ ഭയങ്കരമായൊരു പ്രശ്നത്തിലേക്ക് പോവണ്ട എന്ന് കരുതി ഞാനിതൊക്കെ വിട്ടതാണ്. എനിക്കെതിരെ നിൽക്കുന്ന സ്ത്രീയുമായി മത്സരത്തിന് പോവാതിരിക്കുന്നതാണ് നല്ലത്. അത് ബുദ്ധിയല്ല. എന്ത് പ്രശ്നം വന്നാലും സംസാരിച്ചു തീർക്കണമെന്നും ഷിയാസ് കരീം പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.